വിളക്കുമരം. നമസ്കാരം. വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മാസത്തിനു മുമ്പ് തിരുവനന്തപുരത്ത് ഒരു യാത്രക്കിടയിൽ എന്നെ നേരത്തെ കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ അഡ്മിറ്റാണ് എന്നറിഞ്ഞുകൊണ്ട് അവിടെ പോകാനും മാഡവുമായി കുറച്ച് സമയം സംസാരിക്കാനും ഇടയായി. വളരെ നന്നായി വസ്ത്രധാരണം ചെയ്ത് കോളേജിൽ വന്ന് സൂപ്പറായി ക്ലാസ് എടുത്തിരുന്ന ഈ മാഡത്തോട് എനിക്കെന്തെന്നില്ലാത്ത ഒരു ആരാധനയായിരുന്നു. അതുകൊണ്ട് തന്നെ മാഡത്തിന് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ അവിടെ ഹോസ്പിറ്റലിനുള്ളിൽ മാഡം കിടക്കുന്ന റൂമിൽ പോയി ഏകദേശം അരമണിക്കൂറോളം സംസാരിക്കുകയുണ്ടായി. മാഡം പറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. മാഡം എന്നോട് ചോദിച്ചു, സിസി എന്നെ നന്നായി സാരി ഉടുത്തല്ലേ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഞാൻ മാഡത്തെ ഒന്ന് നോക്കിയപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഗൗൺ മാത്രം ധരിച്ചിട്ടുണ്ട്. നന്നായി മുടി പുട്ടപ്പ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന മാഡത്തിൻ്റെ മുടി മുഴുവനും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ബാക്കി പത്രം എന്നോണം ചില അടയാളങ്ങളെല്ലാം ശേഷിച്ചിട്ടുണ്ട്. മാത്രമല്ല കീമോതെറാപ്പിയുടെ കാഠിന്യത്തിൽ ശരീരകോശങ്ങളാകെ വല്ലാതായിരിക്കുകയും ചെയ്യുന്നു. മാഡം എന്നോട് സംസാരിച്ചു. എനിക്ക് എൻ്റെ വീട്ടിൽ എത്രയോ വെള്ള കളറിൽ തൂവെള്ള കളറിൽ വളരെ നല്ല ഡിസൈനുള്ള നൈറ്റികളുണ്ട്. ഹോസ്പിറ്റലിലോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതിലൊരു 4 എടുത്ത് വരാം. എന്നാൽ ഞാൻ കൊണ്ടുവന്ന എല്ലാ വസ്തുക്കളും ഈ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിന് വെളിയിൽ വെച്ചിട്ട് മാത്രമാണ് എനിക്കകത്തോട്ട് കയറാൻ സാധിച്ചത്. എൻ്റേതായ 2 പ്രാർത്ഥന പുസ്തകങ്ങളും ഒരു ബൈബിളുമല്ലാതെ ഒരു സാധനവും അകത്തോട്ട് കയറ്റിവിടുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. ഇപ്പോൾ ദാ കണ്ടോ, ഹോസ്പിറ്റലിൻ്റെ ബെഡ്ഷീറ്റ്, ഹോസ്പിറ്റലിൻ്റെ ഗൗണ്, ഇത് മാത്രമാണ് ഇന്നെനിക്കുള്ളത്. വലിയ ഒരു യാഥാർത്ഥ്യത്തിലോട്ട് ഞാൻ കടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തെല്ലാം വിലപ്പെട്ടതായും ജീവിച്ചപ്പോൾ വെട്ടിപ്പിടിച്ചതും വളരെ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിച്ചിരുന്ന പല ഡ്രസ്സുകളും സ്വർണ്ണാഭരണങ്ങളും എന്നു വേണ്ട എല്ലാം വീട്ടിൽ തന്നെ വെച്ച് ഏകദേശം ഉപേക്ഷിച്ച അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇവിടെ കഴിയുന്നത്. എനിക്കുള്ള ഏക ആശ്വാസം എന്ന് പറയുന്നത് ഇവിടെ വന്ന് എന്നോട് സംസാരിക്കുന്ന നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ഏതാനും മിനിറ്റുകൾക്കുള്ള ആ ഒരു സംഭാഷണം മാത്രമാണ്. വല്ലപ്പോഴും വിസിറ്റിംഗ് ടൈമിൽ കടന്നു വരുന്ന എൻ്റെ കുടുംബാംഗങ്ങളെയും എനിക്ക് കാണാൻ സാധിക്കും. ഇവിടെ കിടന്നുകൊണ്ട് പിന്നിലോട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, ഞാൻ ഇന്നോളം ഏറെ വിലപ്പെട്ടതായി കരുതിയതൊന്നും തന്നെ എൻ്റെ ഈ ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിൽ എനിക്ക് പ്രയോജനപ്രദമല്ലാതെ ആയിത്തീർന്നിരിക്കുകയാണ്. ഞാനും ചിന്തിക്കാൻ തുടങ്ങി. മടക്കയാത്രയിൽ മുഴുവൻ ഈ ശബ്ദം എൻ്റെ ഉള്ളിൽ മാറ്റൊലി കൊണ്ടുകൊണ്ടിരുന്നു. നമ്മൾ എത്രയോ വിലപ്പെട്ടതായിട്ട് കരുതുന്ന നമ്മുടെ വീട്, നമ്മുടെ ഡ്രസ്സ്, നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്ന എത്രയോ പാത്രങ്ങൾ, ഇതൊക്കെ അവസാനം പ്രയോജനപ്രദമല്ലാതെ ആവുകയാണ്. മറ്റൊരു കഥ വായിച്ചപ്പോൾ ശ്രദ്ധിക്കുകയുണ്ടായി. കെയർ ഹോമിലേക്ക് മക്കളാരും കൂടെ ഇല്ലാത്തതുകൊണ്ട് മാറാനായിട്ട് ആഗ്രഹിച്ച് സ്വന്തമായി വളരെ ആഗ്രഹിച്ച് വാങ്ങിയ വീടും സ്ഥലവും വിറ്റിട്ട് ആ വീട് കാലിയാക്കി ഇറങ്ങുമ്പോൾ ചെറുപ്പത്തിലേറെ വിലപ്പെട്ടതായി സൂക്ഷിച്ചിരുന്ന പല ഫോട്ടോകൾ, വാങ്ങി സൂക്ഷിച്ചിരുന്ന പല കളിമൺ പാത്രങ്ങൾ, ഡെക്കറേഷൻ ഐറ്റംസ്, ഏറെ കാത്തു വച്ചിരുന്ന ഉപയോഗിക്കാത്ത പാത്രങ്ങൾ, ഇവയെല്ലാം ആർക്കൊക്കെയോ കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നമ്മുടെ വണ്ടിയും ഒരു ചെറിയ ബാഗും മാത്രം കൊണ്ടുപോവുക. കാരണം കെയർ ഹോമിൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ളൊരു കട്ടിൽ, ബെഡ്, ഒരു ടേബിള്, ചെയർ, TV, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്.
ഈ ഒരു റൂമിൽ കൊണ്ടുവന്ന സാധനങ്ങൾ മാത്രം വീട്ടിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മാറ്റിവെച്ചിരുന്ന പല കാര്യങ്ങളും, വിലപ്പെട്ടതായി കരുതിയിരുന്ന പല വസ്തുക്കളും മറ്റുള്ളവർക്കായി ഉപേക്ഷിച്ചിട്ട് പോരേണ്ടി വന്നു. വലിയ ഒരു ജീവിത സത്യത്തിലേക്കല്ലേ ഈ 2 അനുഭവങ്ങളും നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്. ഏറെ വിലപ്പെട്ടതായി കരുതിയ പല വസ്തുക്കളും നമ്മൾക്ക് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പ്രയോജനപ്രദമല്ലാതായി തീരുകയാണ്. ആരെങ്കിലും വന്ന് അരമണിക്കൂർ സംസാരിക്കുന്നതോ നമ്മളുടെ ശ്രദ്ധയൊന്ന് മാറ്റുന്നതോ ഒരു ചെറിയ സമ്മാനം തരുന്നതോ ഇത് മാത്രമായി ജീവിതത്തിലെ വിലപ്പെട്ട കാര്യങ്ങൾ മാറുന്നു. തിരിച്ച് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മാഡം എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ 2 കവളത്ത് ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, വളരെ നന്ദിയുണ്ട്. ഒരുപാട് പേരുമായിട്ട് ഫോൺ വിളിച്ചിരുന്ന ഞാൻ ഇപ്പോൾ ആരെയും ഫോൺ പോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ കഴിയുമ്പോൾ വന്ന് ഒന്ന് സന്ദർശിച്ച് ഒരു 15 മിനിറ്റ് ഞാനുമായി ചെലവഴിച്ചല്ലോ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ അവസാനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന പല അനുഭവങ്ങളും ജീവിതത്തിൻ്റെ ആക്റ്റീവായിട്ടുള്ള സമയത്ത് നാം ഒരിക്കലും മനസ്സിലാക്കില്ല എന്നുള്ളതല്ലേ സത്യം. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ട സമയമായി. എന്തിനു വേണ്ടിയാണ് ഈ നെട്ടോട്ടം ഓടുന്നത്? എന്തൊക്കെയാണ് വെട്ടിപ്പിടിക്കുന്നത്? അവസാനം എന്താണ് നമ്മൾക്ക് പ്രയോജനപ്പെടുന്നത്? മറ്റുള്ളവരുമായി സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്നതിലും മറ്റുള്ളവരുമായി അല്പം സമയം ചെലവഴിക്കുന്നതിലും ആശ്വാസം പകരുന്നതിലും നമുക്കുള്ളവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിലും അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ. നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.